ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകുന്നത് ഒരു പാട്ടിലൂടെ ഒരു പൂർണ്ണ സൗഖ്യവും ആന്തരിക വിടുതലുമാണ് പരിശുദ്ധാത്മാവ് നമുക്കായി തരാൻ പോകുന്നത്. നാം ഓരോരുത്തരും വിവിധ മേഖലകളിൽ ആയിരിക്കുന്നവരാണ്. ഇന്ന് ഈ സന്ദേശം പല വിധത്തിലുള്ള സഹോദരങ്ങളാണ് ഇത് ശ്രവിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ആന്തരിക സൗഖ്യം ആവശ്യമാണ്. നമ്മളെ നയിക്കുന്നത് മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യനാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ആ സ്വർഗീയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ അവസ്ഥകളെ നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കാതെ അത് ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കാം. മലർക്കെ തുറന്നു വച്ചിരിക്കുന്ന ശൂന്യമായ ഒരു കുടത്തിൽ മാത്രമേ എന്തെങ്കിലും നിറയ്ക്കാൻ സാധിക്കൂ. ദൈവസന്നിധിയിൽ മലർക്കെ തുറന്നു വെച്ച ഒരു കുടം പോലെ നമുക്കായിരിക്കാം. ഞാനിന്ന് പാടുന്ന ഈ പാട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ സന്ദേശം അതിലുണ്ട്. ഏത് മേഖലയിലാണോ നമുക്ക് സൗഖ്യം ആവശ്യം, അത് ഈ പാട്ട് പാടുമ്പോൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ആ ആവശ്യം തുറന്ന്, ഹൃദയം തുറന്ന് ആ ഗാനത്തോട് എന്നോടൊപ്പം ചേർന്ന് പാടി ഒരു പൂർണ്ണ വിടുതലും സൗഖ്യം പ്രാപിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ബി ഹീൽഡ്, സൗഖ്യം പ്രാപിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 6 വാക്യം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് നമ്മൾ ആ സൗഖ്യം നമുക്ക് നൽകുന്ന ആ പാട്ട് എന്നോടൊപ്പം നിങ്ങൾ ഒരുമിച്ച്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗാനമാണ്, ഒരുമിച്ച് വളരെ ശ്രദ്ധയോടെ ധ്യാനാത്മകമായി ആ ഗാനത്തിലൂടെ സൗഖ്യം പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പാട്ടിൻ്റെ അവസാനം ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്നോടൊപ്പം എല്ലാവരും ഏറ്റുചൊല്ലുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ.
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റുചൊല്ലുക. കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച്
എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരനുഗ്രഹമായി മാറ്റണമേ. അപ്രകാരം അവിടെ ചെയ്തിരിക്കാൻ സ്തോത്രമപ്പ. അവിടുന്ന് ഒരു പൂർണ്ണ സൗഖ്യം വിടുതലും ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കുടുംബമായി അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കിയതിനായി നന്ദി. കൂട്ടായ്മയോടെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയതിനായി നന്ദി. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ വിടുതൽ തരുന്ന അപ്പ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് പൂർണ്ണ സൗഖ്യം തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.